സുഗമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കാട്ടൂരാൻ വക്കീൽ വന്നതിന് ശേഷം ചന്ദ്രോത്തുകാർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർ ചന്ദ്രോത്ത് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗിരീഷിൻ്റെ വീട്ടിലാണല്ലോ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിരീഷിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും നന്ദുവിനോ ദേവികയ്ക്കോ ആർക്കും തന്നെ ഒരു ജോലിയോ വരുമാനമോ ഒന്നുമില്ല. കാരണം കമ്പനിയൊക്കെ കേസിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു വരുമാനവും ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ കാട്ടൂരാൻ വക്കീൽ നന്ദുവിനോട് പറയുന്നത്, നീ ഇങ്ങനെ നടക്കണേ എന്തിനാ, അളിയൻ്റെ ചിലവിൽ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയെങ്കിലും സ്വയം കണ്ടെത്താൻ പാടില്ല എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പം നന്ദുവിന് അത് ഭയങ്കര ഒരു വിഷമാവുന്നുണ്ട്. എന്നാലും നന്ദു അത് കേട്ടിട്ട് ജോലി അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. പിന്നീട് ദേവികയുടെ ബയോഡേറ്റയൊക്കെ പല കമ്പനികളിലേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരിക പറയുന്നുണ്ട്, ഇങ്ങനെ വേക്കൻസി ഉള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേവിക അവർക്കൊക്കെ ബയോഡേറ്റ അയച്ചു കൊടുക്കുന്നുണ്ട്. 1-2 സ്ഥലത്ത് നന്ദു പോയിട്ട് നന്ദുവിന് ജോലി ശരിയാവണമെന്നില്ല. പിന്നീട് പ്രഭാവതി സിദ്ധാർത്ഥനെ ജയിലിൽ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ കാട്ടൂരാൻ വക്കീൽ കാരണം നന്ദു ഇപ്പോൾ ജോലി അന്വേഷിച്ച് പോയി തുടങ്ങി എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മളുടെ കമ്പനി ഒന്നും റെഡിയായി കിട്ടിയിട്ട് ഇനി നന്ദുവിന് അത് നോക്കി നടത്താനൊന്നും പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും നന്ദു ജോലി അന്വേഷിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് പൈസയ്ക്കും ഒരുപാട് ആവശ്യമുണ്ടല്ലോ. നമ്മുടെ നല്ല സമയത്ത് നമ്മളെല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ദോഷം കാലം വന്നപ്പം ആരും നമ്മളെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. അറിയുന്നവർ പോലും കണ്ട പരിചയഭാവം പോലും നടിക്കണില്ല എന്നൊക്കെ പ്രഭാവതിയും പറയുന്നുണ്ട്. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, മേരി തോമസ് ഇവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മേരി തോമസ് പറഞ്ഞത് തനൂജ മേരി തോമസിൻ്റെ മോളാണെന്നുള്ള കാര്യം ചന്ദ്രമതിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രമതി അത് തനൂജയോട് പറയുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ പ്രഭ പറഞ്ഞാലും തനൂജ അത് വിശ്വസിക്കുകയുമില്ല. നേരിട്ട് മേരി തോമസ് തന്നെ പറഞ്ഞാലേ തനൂജ അത് വിശ്വസിക്കുള്ളൂ. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേരി തോമസ് അത് പറയാൻ മടിച്ചാൽ ഞാൻ തന്നെ തനൂജയെ കണ്ട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണേന്ന് പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എന്തായാലും മേരി തോമസ് ചന്ദ്രമതിയെ കണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളും തനൂജ മേരി തോമസിൻ്റെയും ബലരാമിൻ്റെയും മകളാണെന്നുള്ള വിവരവും ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രമതി അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചന്ദ്രമതി എന്തായാലും നമ്മളോട് വഴക്കുണ്ടാക്കാൻ വരില്ല. കാരണം ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, മേരി തോമസിനോട് തനൂജ മോശമായി പെരുമാറിയ സമയത്ത് ചന്ദ്രമതി അവളെ നല്ലോണം വഴക്ക് പറയും, തല്ലാൻ കയ്യോങ്ങൊക്കെ ചെയ്തെന്നാണ് മേരി തോമസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനൂജയെ പറഞ്ഞ് തിരുത്താനും ചന്ദ്രമതിക്ക് സാധിക്കും. അത് പക്ഷേ എടിപിടിയെന്ന് നടക്കില്ല എന്നേ ഉള്ളൂ. സാവകാശം ചന്ദ്രമതി അത് ചെയ്തോളൂ എന്നൊക്കെ പ്രഭാവതിയോട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് സിദ്ധാർത്ഥനോട് പ്രഭാവതി, ആ കാട്ടൂരാൻ വക്കീൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വക്കീലാണ്. അയാളെ കണ്ടാൽ നമുക്ക് തോന്നും ഒരു പൊട്ടനാണെന്ന്. പക്ഷേ അയാളുടെ ഒരേ രീതികൾ കാണുമ്പോഴാണ് നമുക്ക് അയാളിലൊരു വിശ്വാസം തോന്നുന്നത്. അയാൾ ത്യാഗരാജൻ്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയാണെന്ന് ത്യാഗരാജൻ ദേവികയോട് പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് അയാൾ ത്യാഗരാജൻ്റെ കൂടെ കൂടി നമ്മളെ ചതിക്കാനാണെന്നാണ്. പിന്നീട് അയാൾ നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉള്ള വിവരങ്ങൾ പറഞ്ഞത്. അയാൾ മദ്യപിക്കുന്നതായിട്ട് അഭിനയിച്ചേ ഉള്ളൂ, മദ്യപിച്ചത് മൊത്തം ത്യാഗരാജനാണ്. അപ്പോൾ ത്യാഗരാജൻ്റെ വായിൽ നിന്നും കുറേ സത്യങ്ങൾ അയാൾക്ക് വീണ് കിട്ടുകയും ചെയ്തു. അതിനു വേണ്ടിയാണ് അയാൾ ആ നാടകം കളിച്ചതെന്നാണ് പറഞ്ഞത്. അയാൾ ശരിക്കും ചന്ദ്രോത്ത് വീടാന്ന് വിചാരിച്ച തേവക്കാട്ട് ചെന്ന് കയറിയെന്നാണ് ത്യാഗരാജൻ ധരിച്ചേക്കുന്നത്. സത്യത്തിൽ ത്യാഗരാജൻ്റെ വായിൽ നിന്നുള്ള രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം അഭിനയിച്ചതാണ്. അതൊന്നും ത്യാഗരാജന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിനെയും തനൂജേനെയാണ്. അപ്പോൾ തനൂജ മേരി തോമസിനെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതി തനൂജയോട് പറയുന്നുണ്ട്, നീ അവരെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയല്ലേ, ആ ഒരു ബഹുമാനമെങ്കിലും നീ അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പം അമ്മയുടെ പ്രായം അവർക്ക് അമ്മ എന്നുള്ളൊരു വാക്ക് പോലും ചേരില്ല. കാരണം എൻ്റെ അമ്മയെ കണ്ടെത്തി തരണമെന്നും പറഞ്ഞ് ഞാൻ എത്രയോ പ്രാവശ്യം അവരുടെ മുമ്പിൽ പോയി, എന്നിട്ട് അവരെന്നെ ഒന്നും മൈൻഡ് ചെയ്ത പോലുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഒരു ബഹുമാനവും കൊടുക്കില്ല എന്നൊക്കെ തനൂജ പറയുമ്പോൾ ചന്ദ്രമതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നീ എന്തായാലും അവർക്ക് കുറച്ച് ബഹുമാനം കൊടുത്തേ പറ്റൂ. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ബഹുമാനമെങ്കിലും നീ അവർക്ക് കൊടുക്കണം. ഇനി ഒരിക്കലും അവരെക്കുറിച്ച് മോശമായിട്ട് എൻ്റെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെ പറയാൻ എന്താ ആൻറ്റി കാര്യം? ഇത്രയും നാളും ആൻറ്റി ഇതുപോലെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ തനൂജ ചോദിക്കുമ്പം ഇത്രയും നാളും എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ധാരണകളെല്ലാം ശരിയായ രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതുപോലെ തന്നെ ഇനി സിദ്ധാർത്ഥനായിട്ടും ചന്ദ്രോത്തുകാരുമായിട്ടുള്ള നിൻ്റെ പക എത്രയും വേഗം നീ അവസാനിപ്പിക്കണം. നിന്നെ അവർ ഒരു രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നീ അവരോട് ശത്രുതയും വെച്ചുകൊണ്ട് നടക്കണം? അതുകൊണ്ട് ഇനി ആരോടും ഒരു ശത്രുതയ്ക്കും പോവണ്ട എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പം തനൂജയ്ക്ക് ഒന്നും മനസ്സിലാവാത്ത പോലെ തനൂജ ഇങ്ങനെ നോക്കുന്നുണ്ട്.
പിന്നീട് ത്യാഗരാജൻ്റെ അടുത്തേക്ക് തനൂജ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ത്യാഗരാജൻ ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആ മേരി തോമസ് ഇവിടെ വന്നതിന് ശേഷം ചന്ദ്രമതി ആൻറ്റിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. ഇത്രയും നാളും ചന്ദ്രോത്തുകാരെ തകർക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടന്ന ചന്ദ്രമതി ആൻറ്റി ഇപ്പോൾ അവരോട് ശത്രുതയൊന്നും വെക്കണ്ടെന്നാണ് പറയണത്. ബലരാമൻ അങ്കിളിനെ കൊന്ന ആ സിദ്ധാർത്ഥനോട് പോലും ചന്ദ്രമതി ആൻറ്റിക്ക് ഇപ്പോൾ പകയൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ത്യാഗരാജനക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ത്യാഗരാജനക്ക് അറിയാലോ സിദ്ധാർത്ഥനല്ല ഇവളുടെ അച്ഛൻ, അത് മേരി തോമസും ബലരാമനാന്നുള്ള കാര്യം. പക്ഷെ ആ വിവരം ത്യാഗരാജൻ തനൂജയോട് പറയുന്നില്ല. പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ത്യാഗരാജൻ പറയാതിരിക്കുന്നത്. എന്നിട്ട് തനൂജ പറയുന്നുണ്ട്, ചന്ദ്രമതി ആൻറ്റി ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചന്ദ്രോത്തുകാരെ ഒരെണ്ണത്തിന് പോലും വെറുതെ വിടില്ല. അവിടെ എനിക്ക് സിദ്ധാർത്ഥ് മാത്രമല്ല അവിടെയുള്ള ഓരോ ആളുകളോടും എനിക്ക് നല്ല പകയുണ്ട്. എല്ലാവരോടും ഞാൻ പക വീട്ടും. ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ത്യാഗരാജനോട് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് വേണ്ടത്. ഒരുത്തനെയും വെറുതെ വിടരുത്. അതിന് സപ്പോർട്ടായിട്ട് നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അതുമാത്രമല്ല നമുക്ക് വേറൊരാളുടെ പിന്തുണയും കൂടെ ഉണ്ട് ഇതിനെന്നൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട്. അപ്പോൾ തനൂജ ചോദിക്കുന്നുണ്ട്, അത് ആരാ, എനിക്കറിയാവുന്ന ആളാണെന്ന് ചോദിക്കുമ്പം അത് തനൂജയ്ക്ക് അറിയുന്ന ആളൊന്നുമല്ല. പക്ഷെ ആളാരാന്ന് എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ നിവൃത്തിയില്ല. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഇടയ്ക്ക് എനിക്ക് വിളിക്കാറുണ്ട്. വിളിക്കുമ്പം അവർ പറയുന്നത് ചന്ദ്രോത്തുകാരെ പൂർണ്ണമായും തകർക്കണമെന്ന് തന്നെയാണ്. ഞാനതിന് അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് അവർ പറയുന്നതെന്നൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട്. അപ്പോൾ തനൂജയ്ക്ക് അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിലും ത്യാഗരാജൻ അത് പറയണമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ശശാങ്കം വക്കീലിനെയും നന്ദുവിനെയും ദേവികേനെയൊക്കെയാണ്. അപ്പോൾ ശശാങ്കം വക്കീൽ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഏതായാലും ത്യാഗരാജൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ഞാൻ ചോർത്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. കാരണം ബലരാമൻ സാറിനെ സിദ്ധാർത്ഥൻ സാറ് കൊന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. അതിന് ഒരു സാക്ഷിയോ തെളിവോ ഒന്നുമില്ല. ബലരാമൻ സാറിനെ വേറെ ആരോ ആണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള തെളിവുകളൊക്കെ സാവകാശം ത്യാഗരാജനിൽ നിന്നും ശേഖരിക്കാനാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസിൻ്റെ കാര്യോർത്ത് യാതൊരു ടെൻഷനും അടിക്കണ്ട. പിന്നെ നിങ്ങളുടെ കമ്പനി തിരിച്ചു കിട്ടുന്ന കാര്യത്തിലും നമുക്ക് ചില പേപ്പറുകളൊക്കെ നീക്കാനുള്ളതുണ്ട്. അതൊക്കെ നീക്കിയതിന് ശേഷം നമുക്ക് കമ്പനിയും തിരിച്ചു പിടിക്കാം എന്നൊക്കെ ശശാങ്കം വക്കീൽ പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ബലരാമനെ കൊന്നത് വേറെ ആരെങ്കിലും ആണെന്നുള്ളതിനുള്ള തെളിവൊന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളത് തെളിയിക്കുമെന്ന് പറയുമ്പം ശശാങ്കൻ ചോദിക്കുന്നുണ്ട്, അതിന് ബലരാമൻ സാറിനെ സിദ്ധാർത്ഥൻ സാറ് കൊല്ലണത് പ്രഭാവതി മേഡം കണ്ടോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതിന് തെളിവുള്ളത് എന്നൊക്കെ ചോദിക്കണു. പിന്നീട് ഇങ്ങനെ ത്യാഗരാജൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ത്യാഗരാജൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് എപ്പോഴും വിളിക്കുന്ന സ്ത്രീയെ വിളിക്കുന്നത്. അപ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയില്ല. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നത് വെറും ഒരു മണ്ടൻ വക്കീലിനെയാണ്. അയാൾ ആദ്യം തന്നെ ചന്ദ്രോത്ത് വീടാന്നും പറഞ്ഞ് വന്ന് കയറിയത് ഞങ്ങളുടെ വീട്ടിലാണ്. എന്നിട്ട് ഞാനുമായിട്ടിരുന്ന് ഒരു കുപ്പി മദ്യം അങ്ങനെ തന്നെ അയാൾ കുടിച്ചു. എന്നിട്ട് അയാളുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് അയാൾ പോയി. അങ്ങനെയുള്ള ഒരു വക്കീൽ എങ്ങനെ സിദ്ധാർത്ഥനെ രക്ഷിക്കുമെന്നാണ് മേഡം പറയണത്. അതുകൊണ്ട് ഒരിക്കലും സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള പേടിയൊന്നും വേണ്ടാന്ന് പറയണു. അത് കേട്ടിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ്റെ കാര്യം മാത്രമല്ല ചന്ദ്രോത്തുള്ള ആരും ഇനി തല പൊക്കരുത്. എല്ലാവരും തകർന്ന് തരിപ്പണമായി പോകണം. അവരുടെ തകർച്ചയുടെ അവസാനത്തെ ആണിയും അടിച്ചിട്ട് നമ്മൾ പിന്മാറാൻ പാടുള്ളൂ. അത് ഉറപ്പാക്കണം എന്നൊക്കെ ത്യാഗരാജനോട് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഉറപ്പാക്കാം. കാരണം ഇനി അവർക്ക് തല പൊക്കാനുള്ള യാതൊരു അവസരവും ഇല്ല. പാർട്ടിക്കാരും ഇപ്പോൾ അവരെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയൊന്നും ചെയ്യണില്ല. അതുപോലെ തന്നെ ചന്ദ്രോത്ത് തറവാട് അവർക്ക് നഷ്ടമായി. ഇപ്പോൾ അവൻ ആ ഗിരീഷിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇനി ആ തറവാട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അവർക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ത്രീ പറയുന്നുണ്ട്, തേവക്കാട്ടെ ഒരു തരി സ്വത്തോ സ്ഥലമോ സ്ഥാപനങ്ങളോ ഒന്നും ചന്ദ്രോത്തുകാർക്ക് ലഭിക്കരുത്. അതിനുള്ള ഒരവസരവും നമ്മൾ കൊടുക്കരുതെന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ സ്വത്തുക്കളൊന്നും ചന്ദ്രോത്തുകാർക്ക് ലഭിക്കില്ല. കാരണം ആ സ്വത്തുക്കൾക്കൊക്കെ പുതിയൊരു അവകാശം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന്? അത് തൽക്കാലം ഇപ്പോൾ എനിക്ക് ആരോടും വെളിപ്പെടുത്താൻ പറ്റില്ല മേഡം, ഞാനത് സമയമാകുമ്പോൾ മേഡത്തെ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ചെയ്യുന്ന സ്ത്രീ ആരാന്നുള്ളത് നമ്മൾക്ക് ഹൈഡ് ചെയ്ത് വെച്ചേക്കണ്ട. അത് ആരാന്നുള്ളത് ആരെയും കാണിക്കുന്നില്ല. പക്ഷെ അത് സിദ്ധാർത്ഥനും പ്രഭാവതിയായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണല്ലോ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ
ശത്രുത വെച്ചുകൊണ്ട് പുറമെ സൗഹൃദം നടിച്ച് നടക്കുന്ന ഏതോ ഒരു സ്ത്രീയാണ് ത്യാഗരാജൻ്റെ കൂടെ കൂടി ഇവരെ തകർക്കാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബലരാമനെ കൊന്നതും ആ ഒരു സ്ത്രീ തന്നെ ആവാനാണ് സാധ്യത. ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലാണ് കേട്ടോ അതൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുള്ളൂ. കാരണം ബലരാമനെ കൊന്നത് സിദ്ധാർത്ഥനല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ചന്ദ്രമതിക്കും ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. പ്രഭാവതിക്കും അറിയാം, മേരി തോമസിനും അറിയാം. പക്ഷെ അത് കൊന്നത് ആരാന്നുള്ളത് മാത്രം ആർക്കും അറിയില്ല. മിക്കവാറും ഈ ഒരു സ്ത്രീ ആയിരിക്കാം ബലരാമനെ കൊന്നത്. അത് ബലരാമൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തത് തന്നെ. പക്ഷേ ഈ സ്ത്രീയും ബലരാമനുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവാം. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ കുടുംബമായിട്ടും നല്ല സൗഹൃദമുള്ള ഒരാളായിരിക്കാം ഈ സ്ത്രീ. അതുകൊണ്ടായിരിക്കും അവരെങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് സുഗമോദേവിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.